നമ്മളിന്ന് പുറപ്പെടുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ദക്ഷയാഗം നടന്നിട്ടുള്ള യാഗഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കിയിൽ നിന്നും പെരിന്തൽമണ്ണ വഴി അടിവാരം ചെന്നിട്ട് താമരശ്ശേരി ചുരം കയറിയാണ് പോകുന്നത്. മാനന്തവാടി ചെന്നിട്ട് മാനന്തവാടിയിൽ നിന്നും ഒരു 12 കിലോമീറ്ററോളം താഴോട്ട് നല്ല ഇറക്കമാണ്. ആ വഴിയാണ് നമ്മൾ പുറപ്പെടുന്നത്. ആ വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ തിരിച്ചു വരുന്നത് ഇരിട്ടി ചെന്നിട്ട് കോഴിക്കോട് വഴിയാണ്. നമ്മൾ ബസ്സിനൊക്കെ പോകുന്നവർക്ക് ശരിക്കും തലശ്ശേരി ചെന്നിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തലശ്ശേരിയിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സും അതുപോലെ തിരിച്ചും ആ വഴി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് സർവീസ് ഉള്ള സ്ഥലങ്ങളാണ്. കൊട്ടിയൂര് മഹാദേവ ക്ഷേത്രം ഇത് ക്ഷേത്രമായിട്ട് ആർക്കും തോന്നുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ക്ഷേത്രമല്ല. ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന ഭൂമിയാണെന്ന് പറഞ്ഞല്ലോ. കാരണം ഇവിടെ മഴക്കാലത്തുള്ള നടത്തുന്ന ഒരു ഉത്സവമാണ്. കെട്ടിടങ്ങളില്ല, സ്ഥിരമായിട്ടുള്ള പർണശാലകളാണ്. ഈ പർണശാലകൾ 28 ദിവസത്തേക്ക് മാത്രമാണ്. അപ്പോൾ ഇക്കരെ ഈ പൂജാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അക്കരെ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തടമ്പുകൾ മാത്രം സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ സ്വയംഭൂവാണ്. ഈ സ്വയംഭൂ ക്ഷേത്ര കലശാട്ട് എന്ന് പറയുന്ന അവസാന ദിവസം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരു ശാന്തിക്കാരനും സഹായിയും മാത്രം ഇവിടെ വന്ന് അഷ്ടബന്ധം എന്ന് പറയുന്ന പ്രത്യേക മണലും അതിനോടൊപ്പമുള്ള ദിവ്യങ്ങളായിട്ടുള്ള കുറച്ച് ദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ട് ഔഷധ ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് അഷ്ടബന്ധം ഉണ്ടാക്കും. ആ അഷ്ടബന്ധം കൊണ്ടാണ് വിഗ്രഹം മൂടുന്നത്. അതിനുശേഷം പിന്നെ ഈ ക്ഷേത്രത്തിലേക്ക് മനുഷ്യന്മാർക്ക് പ്രവേശനമില്ല, ഈ സങ്കേതത്തിലേക്ക് പ്രവേശനമില്ല. അടുത്ത വർഷം ആണ് പിന്നെ ഒരു ഉത്സവ സമയത്ത് മാത്രമേ മനുഷ്യന്മാർക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എല്ലാ സമയവും വരാൻ പറ്റില്ല. ഭണ്ണാര എഴുന്നള്ളത്തിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി കഴിയൂ. അതുപോലെ മകൻ നക്ഷത്രം വരെ ഉച്ചവരെയാണ് സ്ത്രീകൾക്കും ആനയും ഒക്കെ ഇവിടെ ഉണ്ടാവുക. ആന ഒക്കെ തിരിച്ചു പോകുന്നത് മകൻ നാൾ ഉച്ചയ്ക്ക് ശേഷമാണ്. പിന്നെ അന്ന് കലപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കലങ്ങൾ വരും, കലശപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള മൺകലങ്ങൾ. അത് പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് കാൽനടയായി കൊണ്ടുവരേണ്ടതാണ് വ്രതശുദ്ധിയോടുകൂടി. അതിവിടെ എത്തിക്കഴിഞ്ഞാൽ കലശ മണ്ഡപത്തിൽ വെക്കും. അതിനുശേഷം കലശപൂജ ഉണ്ടാകും. കലശപൂജ കഴിഞ്ഞതിന് ശേഷം കലശാട്ട് ഏറ്റവും അവസാനം ദിവസം കലശാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ഇന്നലെ രേവതി ആരാധനയായി. ഇനി വ്യാഴാഴ്ച രോഹിണി ആരാധന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. ആലിംഗന പുഷ്പാഞ്ജലിയും കാര്യങ്ങളിലെ ആരാധന. ഇനി ഉത്സവം ഇനി 13-ാം തീയതി മകം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതിന് 17-ന് കലശാട്ട് കഴിഞ്ഞാൽ കുളങ്ങരയത്ത് തറവാട്ടിൽ നമ്മളൊരു കലശം കഴിക്കണം. പണ്ട് കാലത്തെ ഉത്സവം കഴിഞ്ഞാൽ ഭണ്ണാര അടച്ചുപൂട്ടി കലശം എന്ന് പറയും. അപ്പോൾ അത് 17 കഴിഞ്ഞിട്ട് ചൊവ്വ വെള്ളി ഏത് ദിവസമാണ് വരുന്നത്. ആ ദിവസത്തിൽ ഈ കഴകത്തിലെ ഒന്നാം ഒരാളുടെ തറവാടാണ് കുളങ്ങരയത്ത്. അവിടെ ഒരു കലശം കഴിച്ചാൽ മണത്തണ ദേശത്ത് മറ്റുള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കും. ഞാൻ കൊട്ടിയൂർ പെരുമാളെ സന്നിധിയിലെ പെരുവണ്ണ സ്ഥാനികനാണ്. നമ്മൾ താവഴിയായിട്ട് ഈ കഴകത്തിലെ അടിയന്തരക്കാരനാണ്. അപ്പോൾ എൻ്റെ പേര് അരുൺ പെരുവണ്ണ, എൻ്റെ സ്വദേശം മണത്തണ. നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രക്കുഴം മുതൽ ഈ കഴവായി ഓരോ ചടങ്ങിന്
ബന്ധപ്പെടണം. അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞിട്ടും തുടക്കത്തിലും ഒരു ഭണ്ണാര എഴുന്നള്ളത്തിന് മണത്തണ കരിമ്പന ഗോപുരം അവിടെ ഒരു ഭഗവതീൻ്റെ കലശം കെട്ടാനുണ്ട്. ആ കലശം കെട്ടി ഭഗവതീൻ്റെ രൂപം അണിഞ്ഞു പോയി താക്കോൽ കൊടുത്താലേ ഭണ്ണാരം തുറക്കും. അത് തുറന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ആനയും ഭണ്ണാരവും വാളും ഇതെല്ലാം ആക്കി ഉത്സവത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ചുമതലകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഉത്സവം അച്ഛനാണ് ഇവിടുത്തെ സ്ഥാനികന്. ഒറ്റപ്പിലാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റപ്പിലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാടുവനത്ത് കൂടെ പോയിട്ട് പിന്നെ സ്വയംഭൂ ഒറ്റയ്ക്ക് ചെന്ന് കണ്ടതാണ്. കല്ലിന് കത്തി അമ്പ് അണിച്ചപ്പോൾ രക്തവും പാലും കൂടി ഒഴുകി അന്ന് ഉള്ള അവകാശമാണ് ഇന്ന് വരെ. കൊട്ടിയൂർ ഉത്സവത്തിലെ പ്രധാന അലങ്കാരമായ ദേവൻ്റെ ഓടപ്പൂവ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ പച്ചപ്പൊടി ചീവി കളയണം. എന്നിട്ട് വെള്ളത്തിലിടണം പിടിക്കുന്നതിന് മുമ്പ്. ഇത് നമ്മൾ ഈ കല്ല് വെച്ച് ചതക്കണം. ഇതുപോലെ ചതച്ചെടുക്കണം. ചതച്ച് ഇതുപോലെ ആക്കണം നമ്മൾ. എന്നിട്ട് മുള്ള് വെച്ച് ചീകിയെടുക്കണം. ഇനി ഇത് മുള്ള് വെച്ച് ഇങ്ങനെ ചീകണം. ചീകി നമ്മൾ ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കണം. ഇനി ഇത് മറിക്കണം. ഇനി ഇതുപോലെ രണ്ട് വശത്തു നിന്നും കുറച്ച് നാരെടുക്കുക. ഇനി ഇതൊന്ന് കെട്ടി വെക്കുക. ഇനി ഇതുപോലെ ഇനി ഇത് നമുക്ക് തൂക്കാവുന്നതാണ്. നല്ല ഉടക്കും.